റീസെന്റ് മൂകാംബിക ട്രിപ്പിനെ പറ്റി ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് മെസ്സേജ് ഒക്കെ വന്നു. ശരിക്കും 1 മിനിറ്റ് റീലിൽ എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോമൺ ആയിട്ട് ഡൗട്ട് വരാമെന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് ക്വറീസ് ഒക്കെ ഞാനിവിടെ പറയാം. ഈ മൂകാംബിക യാത്ര ഞാൻ ഉടുപ്പിൽ നിന്നാണ് തുടങ്ങിയത്. മൂകാംബിക മാത്രം ലക്ഷ്യം വെച്ച് പോകുന്നവരാണെങ്കിൽ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷൻ അഥവാ ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ആ സ്റ്റേഷന്റെ പേര്. അവിടെ നിന്നും മൂകാംബിക അമ്പലത്തിലേക്ക് ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ, ഈ ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിലാണ് ബൈൻഡൂർ ബസ് സ്റ്റാൻഡ് വരുന്നത്. അവിടുന്ന് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ബസ്സുകൾ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 6 മണിക്ക് മുൻപോ വൈകിട്ട് 6 മണിക്ക് ശേഷമോ ആണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റേഷന്റെ മുൻപിൽ നിന്ന് തന്നെ ടാക്സി, ഓട്ടോ സർവീസ് എല്ലാം അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ, 1-2 പേരായിട്ടാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും ഈ കൊല്ലൂർ മൂകാംബികയിലേക്ക് പോകാൻ നിൽക്കുന്നവരായിരിക്കും. അപ്പൊ അവരോട് സംസാരിച്ച് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഒരു ടാക്സി വിളിച്ച് പോകാവുന്നതാണ്. മൂകാംബികയിൽ എത്തിയാൽ എവിടെ സ്റ്റേ എന്നുള്ള കാര്യത്തിലൊക്കെ കുറെ പേരെന്നോട് ചോദിച്ചു. അപ്പോൾ ഒരുപാട് സ്റ്റേസ് അവിടെ അവൈലബിൾ ആണ്. എനിക്കറിയാവുന്ന 2 സ്റ്റേയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി മൂകാംബികയിൽ നിന്നും കൊടജാദ്രിയിലേക്ക് ജീപ്പ് സർവീസ് ആണ് നമുക്ക് അഫോർഡബിൾ ആൻഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ബൈക്കിന് പോകുന്നവരും കാൽനടയായിട്ട് പോകുന്നവരും ഒക്കെ ഉണ്ട്. നമ്മൾ നോർമലി ജീപ്പാണ് എടുക്കുന്നത്. ജീപ്പിന് ഒരാൾക്ക് 475 രൂപയായിരുന്നു ഞാൻ പോയത് മാർച്ച് 2024. റേറ്റ് ഡിഫറൻറ്റ് ആയിക്കൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ പോയപ്പോൾ 475 ആയിരുന്നു. വെളുപ്പിനെ 6 മണി തൊട്ട് ആ സർവീസ് അവൈലബിൾ ആണ്. ഇനി മൂകാംബികയിൽ നിന്നും മുരുടേശ്വറിലേക്ക് ഡയറക്റ്റ് ബസ്സുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ആ ബസ്. ഇനി അഥവാ നിങ്ങൾക്ക് ആ ബസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ബൈൻഡൂരിലേക്ക് ബസ് കയറുക. ബൈൻഡൂരിൽ നിന്ന് മുരുടേശ്വർ ബസ് എപ്പോഴും ഉണ്ട്. ഇനി അവിടെ ചെന്ന് പ്രൈവറ്റ് ബസ്സുകാരോട് ആവശ്യമില്ലാത്ത ഒന്നും ചോദിക്കാതിരിക്കുക. കാരണം എല്ലാം കള്ളന്മാരാ. ഞാൻ കയറിയിടത്ത് എല്ലാം കള്ളന്മാരായിരുന്നു. കാരണം ഞങ്ങൾ ബൈൻഡൂർ ബസ്സാണ് ചോദിച്ചത്. ഒരുത്തൻ പറഞ്ഞു നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? നമ്മൾ മുരുടേശ്വർ പോകണമെന്ന് പറഞ്ഞു. ആ കയറിക്കും, ഇത് മുരുടേശ്വർ പോകുന്ന വണ്ടിയാന്ന് പറഞ്ഞു. നമ്മൾ കയറിയിരുന്നു. നമ്മളെ എവിടെയോ കൊണ്ടിറക്കിയിട്ട് ഇവിടെ നിന്നാൽ മതി, നിങ്ങൾക്ക് മുരുടേശ്വറിനുള്ള വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ നിന്നു. അവിടുന്ന് മുരുടേശ്വറിനുള്ള വണ്ടി കിട്ടി. ശരിക്കും ബൈൻഡൂരിൽ നിന്ന് മുരുടേശ്വറിലേക്ക് 1 മണിക്കൂറിൽ താഴെ യാത്രയുള്ളൂ. നമ്മളെ ഏതോ ഒരു ഗുദാമി കൊണ്ടിറക്കിയിട്ട് അവിടുന്ന് മുരുടേശ്വർ 3 hours ജേർണി ആയിരുന്നു. ഞങ്ങളെ കർണാടക ബോർഡർ മുഴുവൻ കറക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ വൻ പറ്റീര് ടീംസ് ആണ് ഇവന്മാരെല്ലാം. അതുകൊണ്ട് മാക്സിമം നമുക്ക് പോകേണ്ട സ്ഥലത്തിന്റെ പേരൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ബൈൻഡൂരിൽ നിങ്ങൾക്ക് എപ്പോഴും മുരുടേശ്വർ വണ്ടി കിട്ടും. ഇനി മുരുടേശ്വർ ചെന്നാൽ മാക്സിമം 6 മണിക്ക് മുന്നേ അവിടെ നിന്ന് ഇറങ്ങാം. നമ്മളെ മുരുടേശ്വർ എന്ന് പറഞ്ഞ ഒരു സ്റ്റോപ്പിന്റെ പേര് ഞാൻ മറന്നുപോയി. മുരുടേശ്വർ എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ അവിടെ ഇറക്കും. അവിടുന്ന് മുരുടേശ്വർ അമ്പലത്തിലേക്ക് ഇതുപോലെ തന്നെ ഓട്ടോ വിളിക്കണം, അല്ലെങ്കിൽ ബസ് സർവീസും ഉണ്ട്. ബസ്സിന് ഏതാണ്ട് 5-10 രൂപയുള്ളൂ. പക്ഷേ ഈ ബസ് എപ്പോഴും ഇല്ല. അപ്പോൾ ഓട്ടോ അവിടെ ഉണ്ട്. ഓട്ടോയ്ക്ക് 50 രൂപയോ 50-60 രൂപയേ ഉള്ളൂ. അപ്പോൾ ഓട്ടോ വിളിച്ച് നമുക്ക് മുരുടേശ്വർ എത്താം. അവിടുന്ന് തിരിച്ച് ബസ് കയറി ഹൈവേയിൽ എത്തണമെങ്കിലും ഇതുപോലെ തന്നെ ഓട്ടോയെ ബസ് സ്റ്റാൻഡൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. അവിടെ നമുക്ക് തിരിച്ചു കയറി എത്താം. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ഇതൊക്കെ മനസ്സിലാവും. പക്ഷേ അവിടെ ചെന്നാൽ മാക്സിമം 6 മണി, അതിൽ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ടും വളരെ ശോകമാണ്. നമ്മൾ ഇത്തവണ പോയപ്പോഴേക്കും നമ്മൾ മുരുടേശ്വറിൽ നിന്ന് മൂകാംബികയിൽ എത്തുക എന്ന് പറയുന്നത് ഇച്ചിരി പണിപ്പെട്ട പരിപാടിയാണ്. കാരണം ബൈൻഡൂർ എത്തുക, ബൈൻഡൂരിൽ നിന്ന് തിരിച്ച് മൂകാംബിക എത്തുക, വീണ്ടും ഒരു 30 കിലോമീറ്റേഴ്സ് എക്സ്ട്രാ ട്രാവൽ ചെയ്യണം. നമുക്ക് പിറ്റേന്ന് ഈ ബൈൻഡൂരിൽ നിന്നാണ് ട്രെയിൻ. എന്നാൽ ബൈൻഡൂർ സ്റ്റേ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ മൂകാംബികയിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ബൈൻഡൂർ വന്ന് അവിടെ ഒരു സ്റ്റേ എടുത്തു. പക്ഷെ വൻ നഷ്ടമായിരുന്നു. കാരണം ബൈൻഡൂർ ഒരു റൂമിന് 2500 രൂപയൊക്കെ ആയി. അതിലും അഫോർഡബിൾ സ്റ്റേ നമുക്ക് മൂകാംബികയിൽ കിട്ടും. അവിടെ നിൽക്കുന്നതായിരുന്നു ബെറ്റർ. ഓക്കെ, അപ്പോൾ ബൈൻഡൂർ നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുരുടേശ്വർ കുറച്ചേറെ സമയം സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് ബൈൻഡൂർ വരെ വന്നാൽ മതി. 6 മണിക്ക് ലാസ്റ്റ് മൂകാംബിക ബസ് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചാണ് നമ്മൾ ബൈൻഡൂർ സ്റ്റേ എടുത്തത്. നമ്മൾ മുരുടേശ്വർ പോയി. മുരുടേശ്വർ ചെന്ന് 7 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങി. ഒരുപാട് ലേറ്റ് ആവാനൊന്നും നിന്നില്ല. 7 മണിയായപ്പോൾ ഇറങ്ങി. ഇത് ഹൈവേ ആണ്, ഏതോ നാഷണൽ ഹൈവേ ആണിത്. ഈ ഹൈവേയുടെ ചോട്ടിൽ ബൈൻഡൂർക്കുള്ള ബസ് നോക്കി ഏകദേശം 3-4 മണിക്കൂർ ഞങ്ങൾ അവിടെ നിന്നു. 7 മണി തൊട്ട് 10 മണി വരെ, രാത്രി 10 മണി വരെ നിന്നിട്ട് ഒരു ബസ് വന്നില്ല. എന്നിട്ട് ഒരു ബസ് അവസാനം വന്നു. ഇവിടെ അപ്പം റോഡ് നിറച്ച് ആ ഡയറക്ഷനിലേക്ക് പോകാനുള്ള ആൾക്കാരാണ്. അവിടെ ആ ഒരു ബസ് വന്നപ്പോഴേക്കും ഇതിലേക്ക് ഇടിച്ചു തള്ളിയ ആള് കയറി. മിച്ചം നിന്ന് ഞങ്ങൾ കുറച്ച് പേരെന്ന് പറയുന്നത് മലയാളികൾ മാത്രം. ഒരു വലിയ മലയാളി ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു.
അപ്പോൾ അവരും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ സേഫായിട്ട് തിരിച്ച് റൂമിലെത്തി, ബൈണ്ടൂർ റൂമിലെത്തി. അങ്ങനെ നമ്മൾ പിന്നെ ഒരു ബസ് വന്നതിൽ കയറി അവന്മാർ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കാമെന്ന് പറഞ്ഞു. ബഡ്കൽ എന്നാണ് ആ സ്റ്റോപ്പിൻ്റെ പേര്, ബഡ്കൽ. ബഡ്കലിൽ ബസ് സ്റ്റാൻഡുണ്ട്. പക്ഷെ 10:30 അവിടേക്ക് ബസ് നാഷണൽ ഹൈവേ ആണ്, 24 മണിക്കൂറും ബസ്സുണ്ടെന്ന് നമ്മൾ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചു. 24 മണിക്കൂറും ബസ്സുണ്ട്, പക്ഷേ എപ്പോൾ വരുമെന്നോ എപ്പോൾ പോകുന്നോ അങ്ങനെ ഒരു നിശ്ചിത ടൈമിങ്സോ ഷെഡ്യൂൾസോ ഒന്നും ഇല്ലാതെയാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബഡ്കലിലെത്തി. 11:15 ഒരു ബസ് ഉണ്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു. ബഡ്കലിൽ ബസ് സ്റ്റാൻഡൊക്കെ പൂട്ടി, ലൈറ്റൊക്കെ അണച്ച്, അവിടെയെങ്കിലും ആരുമില്ല. 11:15 ഇതുവഴി ഒരു ബസ് വരും, ബൈണ്ടൂർക്ക് നിങ്ങൾക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഓക്കെ ശരി, നമ്മൾ 11:15 വരെ വെയിറ്റ് ചെയ്തു, വന്നില്ല. ഇനി നമ്മൾ ഓട്ടോ തന്നെ വിളിക്കാം, 1000 രൂപയൊക്കെ ഓട്ടോക്കാർ പറയുന്നത്. പോട്ടെ, എങ്ങനെയാലും റൂം എത്തിയാൽ മതി, ഓട്ടോ വിളിക്കാമെന്ന് കരുതി. നമ്മൾ ഓട്ടോ വിളിക്കാമെന്ന് കരുതി ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും 11:30 ആയപ്പോഴേക്കും ആ ബസ് വന്നു. ബസ് വന്ന് നമ്മളെ എവിടെയോ ഇറക്കി. ഇരുട്ടല്ലേ, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളെ എവിടെയോ ഇറക്കിയിട്ട് പറഞ്ഞു അവിടെയാണ് ബൈണ്ടൂർ ബസ് സ്റ്റാൻഡ്, ഇങ്ങനെയാണ് പോകേണ്ടത്. ഒരു ആക്ഷൻ കാണിച്ച് എന്തൊക്കെയോ പറഞ്ഞു. ഓക്കെ ശരി, നമ്മൾ അവിടെ ഇറങ്ങി. ഫുൾ മലയാളി ഫാമിലി, ഞങ്ങൾ 4 പേര് കൂടാതെ അവർ കുറച്ച് ഒരു 5-6 പേരിലും മുകളിലുണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി. അവരുടെ കയ്യിൽ ഒരു വലിയ ലഗേജൊക്കെ ഉണ്ട്, അവർ മൂകാംബികയ്ക്ക് പോകുന്നവരാണ്. അപ്പോൾ നമ്മൾ ബൈണ്ടൂർ സ്റ്റാൻഡ് ഇതും വെച്ചിട്ട് മാപ്പിൽ വെച്ചിട്ട് നമ്മൾ നടക്കുക. ഏകദേശം 1.5 കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടും എവിടെ എത്തുന്നില്ല. വഴിയിലെങ്ങും ഒരു മനുഷ്യനും ഇല്ല. നാഷണൽ ഹൈവേയുടെ സൈഡിൽ കൂടി നടക്കുന്നത്. അവസാനം നമ്മൾ ഒരിടത്ത് നിന്നു. നമ്മൾ പിന്നെ അപ്പോഴേക്കും ഒരു ട്രാഫിക് പോലീസൊക്കെ അവിടെ വന്നു. നമ്മൾ പോലീസുകാരോട് കാര്യം പറഞ്ഞു. പാട്രോളിങ്ങിന് വന്ന 2 പോലീസുകാർ നിർത്തി. അതിലൊരു പോലീസുകാരൻ മലയാളിയായിരുന്നു. പുള്ളി നമ്മൾ ബൈണ്ടൂർ തന്നെ റൂം എടുത്തുകൊണ്ട് നമ്മുടെ ഹോട്ടലിന്റെ പേരൊക്കെ അറിയായിരുന്നു. അപ്പോൾ ഹോട്ടലിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പുള്ളി നമുക്കൊരു വണ്ടി അറേഞ്ച് ചെയ്ത് നമ്മൾ നമ്മുടെ റൂമിൽ വന്നപ്പോഴേക്കും വെളുപ്പിനെ 12:30-1 മണിയായി. നമ്മൾ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ബസ് വരുമെന്നും പറഞ്ഞുകൊണ്ട് ഫുഡൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ മുരുടേശ്വർ അവിടെ നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഇങ്ങനെ കുത്തിയിരിക്കുക. അപ്പം മാക്സിമം അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെയും പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിനെയും നമ്പാതിരിക്കുക. പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ആൾക്കാർ പറയുന്നത് വിശ്വസിക്കാതിരിക്കുക. എവിടെയെങ്കിലും കൊണ്ടിറക്കിയിട്ട് ഇവിടെ നടന്ന ബസ് കിട്ടുന്നത്, അവർക്ക് കാശ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് മൂകാംബിക പോകുമ്പോൾ മെയിനായിട്ട്. അപ്പോൾ നമുക്ക് മുരുടേശ്വറിൽ നിന്ന് തുടങ്ങി ഉടുപ്പിയിൽ അവസാനിപ്പിക്കാം. മുരുടേശ്വർ തൊഴുത് മൂകാംബിക വന്ന്, മൂകാംബിക തൊഴുത്, മൂകാംബികയിൽ നിന്ന് ഉടുപ്പിക്കൊക്കെ എപ്പോഴും വണ്ടിയുണ്ട്. മൂകാംബികയിൽ നിന്ന് ഉടുപ്പി വന്നു, ഉടുപ്പി തൊഴുത്, ഉടുപ്പിയിൽ നിന്ന് അടുത്ത ട്രെയിൻ കയറി നമുക്ക് വീട്ടിൽ വരാം. അതാണ് ബെറ്റർ ചോയ്സ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എൻ്റെ ഇത്തവണത്തെ ചോയ്സ് നേരെ ഉൾട്ടയടിച്ച് വരുന്നതായിരുന്നു ബെറ്റർ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എനിക്കറിയില്ല ഇനി ഉടുപ്പി വരുമ്പോൾ ഇത് തന്നെയാണോ അവസ്ഥ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിൽ കൂടുതൽ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ please feel free to comment. I will answer all your queries and doubts. Thank you.